നഗരമധ്യത്തിൽ പട്ടാപ്പകൽ കണ്ണിൽ മുളകുപൊടിയെറിഞ്ഞ് സ്വകാര്യ ബാങ്ക് മാനേജരെ ആക്രമിച്ച് 26 ലക്ഷം രൂപയുടെ സ്വർണം കവർന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. കണ്ണിൽ മുളകുപൊടി പോയതിനെ തുടർന്ന് മൂവാറ്റുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷം പോലീസ് വിശദമായ ചോദ്യം ചെയ്തപ്പോഴാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നത്. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയുമാണ് പോലീസ് ബാങ്ക് മാനേജരായ രാഹുലിൻ്റെ തിരക്കഥ പൊളിച്ചത്. കടബാധ്യത മൂലം സ്വർണം മറിച്ച് വിറ്റ് പോലീസിൻ്റെ മുമ്പിൽ മുളകുപൊടി തിരക്കഥ അവതരിപ്പിക്കുകയായിരുന്നു രാഹുൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി 530 ഗ്രാം സ്വർണം കുറവ് വന്നതായി കണ്ടെത്തിയിരുന്നു. ഈ സ്വർണം കഴിഞ്ഞ ദിവസം തിരികെ ഏൽപ്പിക്കാൻ രാഹുലിനോട് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായാണ് രാഹുൽ ഇത്തരത്തിലൊരു നാടകം തയ്യാറാക്കി അവതരിപ്പിച്ചത് എന്ന് പോലീസ് പറയുന്നത്. ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ കുറ്റം സമ്മതിച്ചത്. നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ കണ്ടെടുക്കുകയും ചെയ്തു.